ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ബാങ്ക് നിഫ്റ്റിയുടെ ലിക്വിഡിറ്റി ലെവൽസ് എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡ് 55,227 അപ്പ് സൈഡ് 55,470 ഇതിൽ ഏതെങ്കിലും ഓൾറെഡി ഇപ്പോൾ ഡൗൺ സൈഡ് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അപ്പ് സൈഡിലേക്കായിരിക്കും ട്രേഡ് നോക്കാം. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ലെവൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഓൾറെഡി ടാപ്പ് ചെയ്ത് നമുക്ക് എൻട്രി ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് വെയിറ്റിംഗ് ആണ്. അപ്പം നിഫ്റ്റിയുടെ ലെവൽസും കൂടി നോക്കിയിട്ട് നിഫ്റ്റിയിൽ എന്താ വെച്ചാൽ 24,473 469 ആ റേഞ്ചിലൊക്കെ ഒരു ഡെയിലി ടൈം ഫ്രെയിം ഐഡിയസ് ഉണ്ട്. അപ്പം ഞാൻ നല്ല ബുള്ളിഷാണ് മാർക്കറ്റിൽ നിന്ന്. അതായത് ഓൾറെഡി ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഡെയിലി ക്യാൻഡിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് എടുക്കുന്നത്. അപ്പം ഈവൻ സിങ് ട്രേഡിങ് ചെയ്യുന്ന ആളുകളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പുതിയ ആളുകൾക്ക് അപ്സൈഡിലേക്ക് കയറാനുള്ള നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ബുള്ളിഷ് ട്രേഡാണ് ഞാൻ നിഫ്റ്റിയിലൊക്കെ നോക്കുന്നതെന്ന്. അതുപോലെ അപ്സൈഡ് ലിക്വിഡിറ്റി 24,633 അത് ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കും. ഓൾറെഡി 24,473 ടാപ്പ് ചെയ്തുകൊണ്ട് മുകളിലേക്കാണ് ഞാൻ നോക്കുക. ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് വരികയാണെങ്കിൽ 9:55 ആയിട്ടുണ്ട്. അപ്സൈഡിലേക്ക് കയറണോ കയറണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ എപ്പോൾ നിൽക്കുന്നത്. കാരണം ഞാൻ ബുള്ളിഷായിട്ട് അഗ്രസീവ് ട്രേഡ് എടുക്കാൻ പറ്റിയ ഏരിയ തന്നെയാണ്. പക്ഷേ മാർക്കറ്റ് എക്സാക്ട്ലി 24,500 അവിടെ ഒരു 3-4 തവണയായി റിജക്ട് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി താഴെ വന്നാലും അതിൻ്റെ ലിക്വിഡിറ്റി കുറച്ചും കൂടി എടുത്ത് മുകളിലേക്ക് പോകുമോ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ട്രേഡ് ചെയ്യാൻ എടുക്കുന്നില്ല, ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താലും മതി. എക്സാക്ട്ലി ഞാൻ പറഞ്ഞില്ല, ഇത് അപ്പ് സ്റ്റോക്സിൽ എന്തോ ചാർട്ടിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. പ്രോപ്പർ ചാർട്ട് ഇതില്ല. ഏതായാലും 24,496 റേഞ്ചിലാണ് നമുക്ക് എൻട്രി വരിക. പക്ഷേ അവിടെ ഒരു 4 പ്രാവശ്യം കറക്റ്റ് 500 മാർക്കറ്റ് ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോകണം. അപ്പം ഒരു ഏരിയ ആയതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ അവിടെ കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടായിരിക്കും എനിക്ക് പോകാൻ തോന്നുന്നുണ്ട്. ഏതായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ ടാപ്പ് ചെയ്യുമ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട് മാർക്കറ്റ്. പക്ഷേ ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ക്യാൻഡിൽ നോക്കാം. നോർമലി ഇപ്പോൾ 96 ഇപ്പോൾ ടാപ്പ് എൻട്രി എടുക്കാൻ പറ്റിയൊരു സമയമാണ്, അഗ്രസീവ് എൻട്രി എടുക്കേണ്ട പറ്റിയ സമയം. പക്ഷേ ആ ഒരു എടുക്കാതെ വെക്കാനുള്ള ക്യാൻഡിൽ താഴേക്ക് വരുമ്പോൾ പ്രീമിയം പിടിച്ച് നിൽക്കുന്നുണ്ടോ, ഏതായാലും എടുക്കല്ലേ, നോക്കട്ടെ. 24,500 കോൾ ഓപ്ഷൻ നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞില്ല, ഡെയിലി ടൈം ഫ്രെയിം ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ബുള്ളിഷിലെ വ്യൂവിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പ് സൈഡിലേക്ക് തന്നെ പോകുന്നു തോന്നണം കണ്ടിട്ട്. പക്ഷേ ഏതായാലും ഒരു ട്രേഡ് എടുക്കാം നമുക്ക്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലൊക്കെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ട്രേഡ് എടുക്കാം, ബൈ കൊടുക്കാം നമുക്ക്. 43 നമുക്ക് എൻട്രി വന്നത്. സ്റ്റോപ്പ് ലോസ് നമുക്ക് കുറച്ച് വലിയ ടാർഗറ്റ് വെക്കുന്നത്. മാർക്കറ്റ് ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്ത് കുറച്ച് ഒന്നും കൂടി താഴെ റേഞ്ചിലേക്ക് വന്നുകൊണ്ട് തന്നെ മാർക്കറ്റ് അത്യാവശ്യം മുകളിലേക്ക് പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു 100 പോയിന്റ് വരെയൊക്കെ ഉണ്ട് ടാർഗറ്റ്. നമുക്കൊരു 1:10 റേഞ്ചൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അവിടെ പോവുകയാണെങ്കിൽ. ഞാൻ അപ്പ് സൈഡിൽ വ്യൂ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് ഓവറോൾ ഇല്ലെന്ന് തോന്നുന്നുണ്ട്. മിക്കവാറും SLലേക്ക് വരുന്നുണ്ട്. SL അടിച്ച് പഠിക്കും. നമ്മൾ പ്രതീക്ഷിച്ച പോലെ മാർക്കറ്റ് മുകളിലേക്ക് പോയില്ല അല്ലേ. ഞാൻ പ്രതീക്ഷിച്ചു നല്ല പറക്കും മുകളിലേക്ക് നിന്ന്. എടുക്കണ്ടേന്ന് തീരുമാനിക്കാൻ കൺഫ്യൂഷൻ അടിക്കാൻ കാരണം എന്താ വെച്ചാൽ 24,500 കുറേ തവണ മുകളിലേക്ക് പോകുന്നതായി കാണിച്ചു വേണ്ട. അതെല്ലാം നമ്മൾ SL അടിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കണ പോലെ സംഭവിക്കണമെന്നില്ല. നമ്മൾ കറക്റ്റായിട്ടൊരു ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തല്ലേ മാർക്കറ്റ് നന്നായി ബുള്ളിഷ് ആവും എന്നുള്ളൊരു വ്യൂ വെക്കാനേ നമുക്ക് പറ്റുള്ളൂ. അത് നമുക്ക് ചാൻസ് ഒന്നും എന്താ പറയുക, നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ SL അടിച്ചു, കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് ട്രേഡ് ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ ബുള്ളിഷ് ട്രേഡ് തന്നെ നോക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ബുള്ളിഷ് ട്രേഡ് തന്നെ നോക്കാം. ഞാനേതായാലും അപ്ഡേറ്റ് ചെയ്യാം ചാൻസ് വരാണെങ്കിൽ. സമയം 11:41 ആയിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ ഒരു ട്രേഡ്, ബാങ്ക് നിഫ്റ്റിയിൽ അപ്പം തന്നെ ഇറങ്ങിയതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് തോന്നെ താഴെ വന്നതിന് ശേഷം ഒരു 1 മിനിറ്റ് IDX 10:44 റേഞ്ചിലാണ് ട്രേഡ് എടുത്തത്. ഇത് ഇന്നലത്തെ അതേ സെയിം പാറ്റേണിലാട്ടോ ഞാൻ ട്രേഡ് ചെയ്യാൻ കാരണം. ഇന്നലത്തെ അതേ പാറ്റേൺ ഞാൻ പ്രതീക്ഷിച്ചത്. അതായത് മാർക്കറ്റ് ഇന്നലെ രാവിലെ മാർക്കറ്റിൽ നിന്നിട്ട് ഡേയിലോ എടുത്തു, വീണ്ടും താഴെ വന്നതിന് ശേഷമാണ് മുകളിലേക്ക് പോയത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തത്. അപ്പോൾ ഇന്നലത്തെ അതേ പാറ്റേൺ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും മാർക്കറ്റിൽ വാച്ച് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഡേയ്സിൽ മാർക്കറ്റ് എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് അതെപ്പോഴും വാച്ച് ചെയ്യണം, നന്നാവും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റൈലിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് ട്രേഡാണ്. നമ്മൾ ഓൾറെഡി ഇപ്പം ഫസ്റ്റ് ട്രേഡ് SL അടിച്ചു. സെക്കൻഡ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ ഞാൻ അപ്പം തന്നെ ഇറങ്ങിയത്. അതൊരു പ്രോപ്പർ ട്രേഡ് ആയിക്കൂട്ടണ്ട. ആക്ച്വലി സെക്കൻഡ് ട്രേഡ് ഇതാണ്. ഇതിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് അതിനനുസരിച്ച് നിൽക്കാം. ഇതിൽ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിയറസ്റ്റ് 55,205 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ
കോസ്റ്റ് പ്രൈസിലേക്കൊന്നും ട്രെയിൽ ചെയ്യില്ല. ഞാൻ കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ടായിരിക്കും ട്രെയിൽ ചെയ്യുക. കാരണം ഞാൻ വിചാരിക്കുന്ന മാർക്കറ്റ് നന്നായിട്ട് ബുള്ളിഷായി പോകുന്ന ബ്രേക്കൗട്ട് കിട്ടിയാലെന്നാണ്. കാരണം ഓൾറെഡി ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് ഒരുപാട് താഴെ വന്നതാണ്. അപ്പോൾ കളക്ട് ചെയ്യാനത്തോളം ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് പറക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ മുകളിലേക്ക്. ഇനി അതല്ല 24 ചിലപ്പോൾ 55 205 ടാപ്പ് ചെയ്തിട്ട് നേരെ താഴെ 5 മിനിറ്റ്സ് IDXകൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വരികയാണെങ്കിൽ നമ്മളെ SL അടിച്ച് പോയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ വേണേൽ നമുക്ക് ഒറ്റ ട്രേഡ് കൂടി കൺസിഡർ ചെയ്യാം. കാരണം ബുള്ളി സ്റ്റാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി നോക്കും. അതായത് ഓൾറെഡി അപ്സൈഡ് 55 205 എന്നുള്ള ലെവൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രെയിൽ ചെയ്തിട്ട് SL അടിക്കുകയാണെങ്കിൽ താഴെ വരികയാണെങ്കിൽ 5 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 55 98 അല്ല ആ റേഞ്ചിലേക്കൊക്കെ അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടുകയാണെങ്കിൽ മുകളിലേക്ക് വന്ന് ഒന്നുകൂടി ട്രേഡ് ചെയ്യും. നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യും. ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മുടെ ടാർജറ്റിൻ്റെ ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ടച്ച് എൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് ഞാൻ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട് 750. അടിക്കാണ് അടിച്ചോട്ടെ, അടിച്ചിട്ടും ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് 3500 പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് അതിൽ. ഓവറോൾ 5000 മുകളിലൊക്കെ പോയതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, വലിയ ടാർജറ്റ് ഇല്ലായിരുന്നു ആ ട്രേഡിൽ. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡിസ്റ്റൻസ് ഒന്നും ഇല്ല ട്രേഡിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ താഴെ 5 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇവൻ നിഫ്റ്റിയിലായാലും ബാങ്കിലാണെങ്കിലോ. ഇനി അതല്ല എന്താ പറയുക, ഏതെങ്കിലും ടൈപ്പ് പ്രീവിയസ് ഡേറ്റ് എന്തെങ്കിലും പാറ്റേൺസ് കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്ത്. ഇതിപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ എടുത്ത ട്രേഡ് നിങ്ങൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഉണ്ടായ റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് എങ്ങനെയാണ് മുകളിലേക്ക് പോയത്. ഒരുപാട് സമയം മാർക്കറ്റ് താഴേക്ക് ഡേയിലോ ഒരു പ്രാവശ്യം എടുത്ത് 2 പ്രാവശ്യം എടുത്ത് 3ാമത്തെ പ്രാവശ്യം ഒരുപാട് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അതുപോലെ ഉള്ളൊരു വ്യൂവിലാണ്, അല്ലാതെ പ്രോപ്പറായിട്ട് ടാർഗറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പ്രീവിയസ് ഡേൻ്റെ ഒരു മൂവ്മെൻറ്റം കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് ഒരു ട്രേഡ്. ജസ്റ്റ് ഞാൻ കാണിച്ചത് അവിടെ. ഇത് നമുക്ക് ഇന്ന് കണ്ടില്ല, ജസ്റ്റ് ഡേയിലോ എടുത്തു മാർക്കറ്റ് താഴെ വന്നതിന് ശേഷമാണ് മുകളിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച് നോക്കുക. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം ഇതേപോലെ രാവിലെ മാർക്കറ്റ് ഇവിടെ രാവിലത്തെ ക്യാൻഡിൽ രാവിലെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ആദ്യം ഡേയിലോ ഒരു പ്രാവശ്യം പോയിട്ട് എടുത്തു. അതിനുശേഷം വീണ്ടും താഴെ വന്ന് കൺസോൾട്ടേറ്റ് ചെയ്താണ് മുകളിലേക്ക് പോയത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്താൽ, പ്രീവിയസ് ഡേ എന്നല്ല, കഴിഞ്ഞ 1-2 ആഴ്ചകളിലെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും നമ്മൾ നോക്കി വെച്ചിട്ട് അത് ഒരു പാറ്റേൺ ആക്കി പിടിച്ചാൽ കുറച്ചും കൂടി ബെറ്ററാണ്. അല്ലാതെ ലൈഫ് ലോങ് നമുക്ക് ഒരേ സിസ്റ്റത്തിൽ എപ്പോഴും മാർക്കറ്റിനെ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് മാർക്കറ്റിനെ നമ്മളെപ്പോഴും വാച്ച് ചെയ്തിരിക്കുക. നമുക്ക് ഞാൻ പറഞ്ഞില്ല, പല ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് മാർക്കറ്റിൽ വരുന്നത്. ഏതൊക്കെ ടീമുകൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയില്ല. ഇതിൽ പിടിച്ചിരിക്കണമെങ്കിൽ ചില്ലറ പണിയല്ലാതെ മനസ്സിലായില്ലേ. അങ്ങനെ ഒരുപാട് നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് നോക്കുക, ചാൻസ് വരാണെങ്കിൽ നോക്കുക. ഇനി അതല്ല, ഇനി നമുക്ക് താഴേക്കൊക്കെ 5 മിനിറ്റ്സ് IDXകളൊക്കെ ഉണ്ട് കേട്ടോ, നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ ഉണ്ട്. ടാപ്പ് ചെയ്യാൻ മുകളിലേക്ക് നോക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ പറയാം, നോക്കാം, അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:41 ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ എടുത്ത അതേമാതിരി ഒരു സെറ്റപ്പ് ഇന്നും വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഞാൻ ഇന്നലെ അതേ ട്രേഡ് എടുത്തിട്ടായിരുന്നു എൻ്റെ ടാർജറ്റ് പഠിച്ചത്. അന്ന് ഞാൻ ട്രേഡ് എടുക്കുന്നില്ല, നമ്മളെ നമ്പർ ഓഫ് ട്രേഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് 34 പോയിൻ്റ് ഉള്ളൂ. ഞാൻ പിന്നെ പറഞ്ഞില്ലേ, ബുള്ളിഷ് ട്രേഡിനാണ് ഞാൻ താഴെയുള്ള 24 412 ടാപ്പ് ചെയ്തതിന് സബ്സൈഡിലേക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ നോക്കാം. പക്ഷേ ഇനി ഏതായാലും ട്രേഡ് എടുക്കുന്നില്ല ഇന്ന്. കാരണം ഓവറോൾ നമ്മുടെ നമ്പർ ഓഫ് ട്രേഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആവും. ഞാൻ കാണിച്ചില്ല ഇന്നലെ നമുക്ക് അതേ ട്രേഡ് എപ്പോഴാണ് വന്നതെന്നുള്ളത്. ഇന്നലെ നിങ്ങൾ എൻ്റെ ലൈവ് ട്രേഡ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ ട്രേഡ് എടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ 1:38 ആ റേഞ്ചിലാന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് ഒരു ഇൻറ്റേർണൽ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു, ക്യാൻഡിൽ ടാപ്പ് എൻട്രി താഴേക്ക് എടുത്ത്. ഞാൻ താഴെയുള്ള ലിക്വിഡിറ്റി വരെ വെച്ചിട്ടുള്ളൂ ടാർജറ്റ്, പക്ഷേ ഡേയിലോ വരെ പോയിട്ടുണ്ട്. അതേപോലുള്ളൊരു പ്രൈസ് ആക്ഷനാണ് ഇപ്പോൾ ഇന്നും വരുന്നത്. പക്ഷേ ഇന്ന് അവിടുന്ന് ഇന്നലെ നമുക്കൊരു 40-50 പോയിൻ്റ് അടുത്തുണ്ടായിരുന്നു. ഇന്നും അവിടെ നിന്ന് 30 പോയിൻ്റ് റേഞ്ചിലുള്ളൂ. ഏതായാലും ഞാൻ പറഞ്ഞില്ലേ, ബുള്ളിഷ് വ്യൂ ആണ് കുറച്ചും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിലും നമുക്ക് ഇന്ന് 3 ട്രേഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ട്രേഡ് വേണ്ട. നമുക്ക് 24,500 പുട്ട് ഓപ്ഷൻ ഒരു 70 റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത്. ഞാൻ പറഞ്ഞ പോലെ എല്ലാ സമയത്തും നമ്മളൊരു സിസ്റ്റം, പ്രീവിയസ് ഡേ അല്ല കഴിഞ്ഞ ആഴ്ചകൾ മാർക്കറ്റ് വർക്ക് ചെയ്തൊരു സിസ്റ്റം വെച്ചിട്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക, റിസ്ക് റിവാർഡ് വെക്കുക, ട്രേഡ് എടുക്കുക. SL ടാർജറ്റ് നമുക്ക് അറിയില്ല, കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യുക, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരിക്കലും 100% ഇന്നലെ വർക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അതായത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ, ഞാൻ ട്രേഡൊന്നും എടുക്കുന്നില്ല. സമയം 1:08 നമ്മൾ
വിചാരിച്ച പോലെ കറക്റ്റ് ആ ഏരിയ തന്നെ മാർക്കറ്റ് താഴെ ഇന്നലത്തെ അതേ പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ അത് ഇന്നും വർക്ക് ചെയ്യണമെന്നില്ല, പക്ഷെ ഇന്നും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 24,412 ഒക്കെ താഴെ വന്നുകൊണ്ട് തന്നെ ശരിക്കും ഇനി മുകളിലേക്കാണ് ചാൻസ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നമ്പർ ഓഫ് ട്രേഡ്സും കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ടാർഗറ്റിൽ ലെവൽ കുറവായിരുന്നു, അതുകൊണ്ട് ഇന്ന് ഇനി ട്രേഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ച ട്രേഡ് ആണെങ്കിൽ ടാർഗറ്റിലേക്ക് പോയി ചെയ്തിട്ടെടുക്കാതെ, അതുകൊണ്ട് ഇനി ഇമോഷണലി പ്രശ്നം വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി ട്രേഡ് ചെയ്യുന്നില്ല, നാളെ ഉണ്ടാവുമല്ലോ. ഞാൻ ബുള്ളിഷാണ്, നല്ല ബുള്ളിഷായി പോകുന്നൊക്കെ എന്ന് വിചാരിച്ച മാർക്കറ്റ്, പക്ഷേ എപ്പോഴും ഒന്നും സ്റ്റിൽ കൺസോൾട്ടേഷൻ. ഇനി ചിലപ്പോൾ ഇനി നാളെ ഇന്നത്തെ ഡേലോ കൊടുത്തിട്ടായിരിക്കും പറക്കുക. അപ്പോൾ എപ്പോഴും റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഇപ്പോൾ പോകില്ല താഴേക്കാന്ന് തോന്നിച്ചിട്ടായിരിക്കും മുകളിൽ പോകും. അപ്പോൾ അത് ചിലപ്പോൾ നാളെ ആയിരിക്കാം, നാളെ ചിലപ്പം ഡേലോ കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക, ഡെയിലി ഐഡീസിൻ്റെ ലോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഏതായാലും 2200 റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട്, അത് മതി. ഇനി നമുക്ക് ഫ്രൈഡേ നോക്കാം, നല്ല ഓപ്പർച്യൂണിറ്റി നോക്കാം. താങ്ക് യു, ബൈ.